الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان ودعا بدعوتهم إلى يوم الدين. أما بعد، فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر الله أكبر ولله الحمد. നാം എല്ലാവരുടെയും പടച്ചവൻ, പരിപാലകൻ, അന്നം തരുന്നവൻ, ജീവിതയാത്രയിലെ ഓരോ ഘട്ടങ്ങളിലും സഹായിക്കുന്നവൻ, നാളെ നാം എല്ലാവരെയും മരിപ്പിച്ച് മുന്നിൽ ഹാജരാക്കി വിചാരണ നടത്തുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് സ്നേഹിച്ച് ഭയന്ന് അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്. കുറഞ്ഞ നേരത്തേക്ക് എല്ലാ സഹോദരങ്ങളും ഇരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. കുറഞ്ഞ വാക്കുകൾ മാത്രമാണെന്ന് പറയാനുള്ളത്. നമ്മുടെ വിശിഷ്ടാതിഥിയും നമ്മെ ചുരുങ്ങിയ നിലയിൽ സംബോധന ചെയ്യും. പടച്ചവൻ ഈ കൂട്ടത്തെ ഒരു നല്ല തീരുമാനത്തിന്, ദിശാബോധത്തിന്, നമ്മുടെയും നാടിന്റെയും നാട്ടുകാരുടെയും നന്മയ്ക്ക് കാരണമാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പടച്ചവന്റെ കാരുണ്യം ഹിജ്റ 1445 അനുഗ്രഹീത റമദാൻ മാസം നാം എല്ലാവരും കഴിച്ചുകൂട്ടുകയുണ്ടായി. ബാഹ്യമായ ചെറിയ ചൂട് ഉണ്ട് എന്നതൊഴിച്ച് ഈ റമദാൻ മാസം അങ്ങേയറ്റം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരുന്നു. പക്ഷേ ഇസ്ലാമിക ലോകത്തിന്റെ ഒരു കേന്ദ്രത്തിൽ ഗസയിൽ 10,000 പിടഞ്ഞു വീണ് മരിച്ച അവരുടെ രക്തത്തിന് മുകളിലൂടെയാണ്, അവരുടെ കണ്ണുനീരിന്റെയും അവരുടെ ഗദ്ഗതങ്ങൾക്കും ഇടയിലാണ് ഈ റമദാൻ മാസം കഴിഞ്ഞു കടന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. നൂറ്റാണ്ടുകളായി നാനാജാതി മതസ്ഥർ അങ്ങേയറ്റം സാഹോദര്യത്തോടെ സ്നേഹത്തോടെ സഹകരിച്ച് ജീവിച്ച ഈ രാജ്യത്തിന്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. പ്രബലമായൊരു ന്യൂനപക്ഷത്തെ നിരന്തരം ടോർച്ച് ചെയ്യുകയും അവരെ പ്രാന്തവൽക്കരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥാവിശേഷം സംജാതമായിരിക്കുകയാണ്. കഴിഞ്ഞ ഭരണകൂടത്തിന്റെ ഏക അജണ്ട മുസ്ലിം സമുദായത്തെ ദ്രോഹിക്കുക, നിരന്തരം പീഡിപ്പിക്കുക, ആ പീഡനത്തെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഗമയായി പറയുക എന്നതായിരുന്നു. ആയിരക്കണക്കിന് വിചാരണ തടവുകാർ അവർ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വിചാരണ പോലുമില്ലാതെ കഴിയുകയാണ്. അടുത്ത് ജയിൽ മോചിതനായൊരു സഹോദരൻ വിദേശത്ത് നിന്നും കേരളത്തിന് വെളിയിൽ നിന്നും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, കേരളീയരായ ധാരാളം സഹോദരങ്ങൾ എന്റെ കൂട്ടത്തിൽ ജയിലിലുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം വന്നു. കൊല്ലം ജില്ലക്കാര്, അഞ്ചലുകാര്, ഇങ്ങനെയുള്ള സഹോദരങ്ങൾ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. രാജ്യത്തിന്റെ അവസ്ഥ അങ്ങേയറ്റം വിസ്ഫോടനാത്മകമാണ്. ഏതെങ്കിലും ഭ്രാന്തന് ഒന്ന് വട്ടളയി കഴിഞ്ഞാൽ മുഴുവനും കത്തിച്ച് ചാമ്പലാകുന്ന ഒരു ഭയാനകമായ അവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. നിസ്സാരമായൊരു സംഭവം. നമ്മളുടെ കേരളത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. സാഹോദര്യത്തിന് കേളികേട്ട, പരസ്പരം സഹകരണത്തിന് അങ്ങേയറ്റം പ്രസിദ്ധമായ, വിദേശികളെല്ലാം എടുത്തു പറഞ്ഞിട്ടുള്ള കേരളക്കരയുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു മോഷ്ടാവ് മോഷ്ടിച്ചാൽ, വല്ലവനും കൊല നടത്തിയാൽ, എന്തെങ്കിലും അതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ മീഡിയകളുടെയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളുടെയും നോട്ടം മുസ്ലിം സമുദായത്തിലേക്ക് വരികയും
അവരെ കുറ്റക്കാരായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിനെപ്പറ്റിയുള്ളതായ അന്വേഷണങ്ങളും മറ്റും നടത്തണമെന്ന് ഒരു അടിസ്ഥാനവുമില്ലാതെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഒരു റമദാൻ മാസം കഴിഞ്ഞെങ്കിലും സമുദായം അങ്ങേയറ്റം ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലുമാണ്. പക്ഷെ അനുഗ്രഹീത റമദാൻ പറയുന്നു, ആ റമദാനിൽ നാം പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആൻ പറയുന്നു, അന്തിമ വിജയം ഗസ്സയ്ക്കായിരിക്കും. അന്തിമ വിജയം അത് ഇന്ത്യയിലുള്ള നല്ലവരായ നീതിയെ ആഗ്രഹിക്കുന്നവർക്കായിരിക്കും, കേരളത്തിലുള്ള സമാധാന കാംക്ഷികൾക്കായിരിക്കും. കാരണം പടച്ചവനൊരു നീതിയുണ്ട്. പ്രഭാതത്തെ ഉദിപ്പിക്കുന്നവൻ, അവസ്ഥകളെ മാറ്റിക്കൊണ്ടുവരുന്നവൻ ആ പടച്ചതമ്പുരാൻ തീർച്ചയായും നീതിക്ക് ഉന്നതമായ സ്ഥാനം നൽകുക തന്നെ ചെയ്യും. ഒരല്പം സമയം നേരിട്ടാലും ശരി, പ്രത്യേകിച്ച് മർദ്ദിതരെ പടച്ചവൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പടച്ചവന്റെ സഹായം എന്റെ ഉപ്പുപ്പായി കാനയുണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ടല്ല, പടച്ചവന്റെ സഹായം ഉണ്ടാകുന്നത് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ വിശ്വാസങ്ങൾ ശരിയാക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ ബന്ധങ്ങൾ സുന്ദരമാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നാം നിരന്തരം റമദാനിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. റമദാനൊരു പരിശീലനമാണ്, റമദാനൊരു സന്ദേശമാണ്, റമദാൻ ഒരു കർമ്മ പദ്ധതി വരച്ചു കാട്ടുന്നതാണ്. റമദാൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ സന്ദേശം, നാം ഓരോരുത്തരും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണം. ഖുർആനിന്റെ പാരായണം, ഖുർആനിന്റെ പഠനം, ഖുർആനിന്റെ സന്ദേശത്തിന്റെ പ്രചാരണം, അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാക്കണം. എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്, ഇവിടെ ഒരു മഹിളാ രത്നം പരിശുദ്ധ ഖുർആനിന്റെ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇവിടെയുള്ള മുഴുവൻ പുരുഷന്മാർക്കും ഇതൊരു ചോദ്യചിഹ്നമാണ്. നമുക്ക് എത്രമാത്രം പരിശുദ്ധ ഖുർആനുമായി ബന്ധമുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ കാര്യങ്ങളുമായി നമുക്ക് എത്രമാത്രം അടുപ്പമുണ്ട്. അതുകൊണ്ട് നാം തീരുമാനമെടുക്കുക, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണമെന്ന്. റമദാനുൽ മുബാറക് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ സന്ദേശം, നമ്മൾ ഇബാദത്തുകളുമായി ബന്ധപ്പെടണം. നമസ്കാരം, ദിക്ർ, ദുആ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. സംഗീതാത്മകമായ നമസ്കാരം, നീണ്ട സുജൂദുകളും റുകൂഉകളും സ്വസ്ഥവും സമാധാനവുമായ നമസ്കാരം, പടച്ചവന്റെ മുന്നിൽ കേഴുന്ന, പടച്ചവനെ വിളിക്കുന്ന, അവനോട് ദുഃഖങ്ങൾ സമർപ്പിക്കുന്ന ഒരു ഉന്നത നമസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഏത് സമയത്തും ദിക്റിലും ദുആയിലും കഴിയണം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാനതിന് മറുപടി പറയാൻ താങ്കളല്ല പറയേണ്ടത്, ഞാൻ എല്ലാവരുടെയും അരികിൽ തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നെ വിളിക്കുന്നവൻ വിളിക്കുമ്പോൾ ഞാനും ഒരു ഉത്തരം നൽകുക തന്നെ ചെയ്യും. റമദാൻ പഠിപ്പിക്കുന്നു, ആരാധന, ഇബാദത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി, ജീവിതത്തിന്റെ സ്വഭാവമാക്കി മാറ്റി. അനുഗ്രഹീത റമദാൻ മാസം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പാഠം, നമ്മൾ പരസ്പര ബന്ധങ്ങൾ നന്നാക്കണം. റമദാനിൽ വിശപ്പിന്റെ വേദന അനുഭവിച്ചവരാണ് നമ്മൾ. ദാഹത്തിന്റെ കടുപ്പം നമ്മൾ അനുഭവിക്കുകയുണ്ടായി. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കണം. നമ്മൾ കുടുംബബന്ധം നന്നാക്കണം, സമുദായത്തിനിടയിൽ ബന്ധം നന്നാക്കണം, അമുസ്ലിം സഹോദരങ്ങളുമായി ബന്ധം നന്നാക്കണം. പടച്ചവൻ നമ്മെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിയല്ല, ജീവിക്കാനും സ്നേഹം പകരാനും വേണ്ടിയാണ്. അതുകൊണ്ട് നല്ല കുടുംബബന്ധം ഉണ്ടാക്കിയെടുക്കണം. മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദര്യത്തിൽ കഴിയണം. 100,000 സംഘടനകളുടെ യാഥാർത്ഥ്യമാണ്. എല്ലാം പിരിച്ചുവിടാൻ നമ്മൾ പറയുന്നില്ല, പറയാൻ കഴിയുകയുമില്ല. സംഘടനകൾ ഐശ്വര്യമായിരിക്കട്ടെ, പക്ഷെ നമ്മളൊരു സമുദായമാണ്, ഒരു മസ്ജിദിന്റെ ആൾക്കാരാണ്, ഒരു നാടിന്റെ ആൾക്കാരാണെന്ന ബോധം വേണം. ഇതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുമായും നമ്മൾ നല്ല ബന്ധമുണ്ടാക്കിയെടുക്കണം. അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നൊരു വാക്കുണ്ട്, അവർ നമ്മെ ക്ഷണിക്കട്ടെ, ക്ഷണിക്കാതിരിക്കട്ടെ, അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പങ്കെടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. റമദാനിന്റെ പാഠമാണ്, പ്രവാചക ചര്യയാണ്. അവർ രോഗിയായി നമ്മളവരെ സന്ദർശിക്കണം. അവരുടെ മരണം സംഭവിച്ചു, നമ്മൾ അവർക്ക് അനുശോചനം രേഖപ്പെടുത്തണം. അവർ അങ്ങേയറ്റം സന്തോഷിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ചൊരവസ്ഥയുണ്ടായി, അവരെ അനുമോദിക്കണം. ഈ രീതിയിൽ നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അനുഗ്രഹീത റമദാൻ പഠിപ്പിക്കുന്ന നാലാമത്തെ പാഠം വളരെ പ്രധാനപ്പെട്ട പാഠമാണ്, പാപം വർജിക്കണം.
പടച്ചവന് വേണ്ടി പകൽ മുഴുവനും ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ച സഹോദരീ സഹോദരന്മാരാണ് ഈ ഇരിക്കുന്നത്. അതേ പടച്ചവൻ പറയുന്നു, ഇതര സമയങ്ങളിൽ അനുവദനീയമായ ആഹാരപാനീയങ്ങൾ നിങ്ങൾ പകൽ സമയത്ത് ഉപേക്ഷിച്ചെങ്കിൽ മറ്റ് സമയങ്ങളിൽ നിഷിദ്ധമായ നോട്ടങ്ങളും വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും സമ്പാദ്യങ്ങളും ഇടപാടുകളും നിങ്ങൾ വർജിക്കേണ്ടതായിട്ടുണ്ട്. റമദാനിന്റെ പ്രധാനപ്പെട്ട പാഠമാണ് പാപങ്ങൾ വർജിക്കാൻ നമ്മൾ തയ്യാറാകണം. സമുദായത്തിനിടയിൽ പാപങ്ങൾ പെരുകുന്നു എന്ന് പെരുന്നാളിന്റെ ദിവസം നിങ്ങളോട് പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് അരോചകമായിരിക്കും. പക്ഷേ സങ്കടം നിങ്ങളോടല്ലാതെ വേറെ ആരോട് പറയാനാണ്? മോശപ്പെട്ട ബന്ധങ്ങൾ നമുക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇടപാടുകളിൽ സൂക്ഷ്മതയില്ലായ്മ അധികരിച്ചുകൊണ്ടിരിക്കുന്നു. നിസ്സാര വിഷയങ്ങൾക്ക് പലിശയുമായി ബന്ധപ്പെടുന്ന പ്രവണതകൾ നമസ്കാരക്കാർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അങ്ങേയറ്റം കടുത്ത ഭീഷണിയാണ്. ലഹരി പദാർത്ഥങ്ങളുടെ കാര്യം പറയാനേയില്ല. മസ്ജിദുകളുടെ പരിസരങ്ങളിൽ പോലും ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇത് സമുദായം തിരുത്താൻ തയ്യാറാകണം. ഇതിൽ നിന്നും മുക്തമാകാൻ തയ്യാറാകണം. റമദാനിന്റെ പ്രധാനപ്പെട്ട പാഠമാണ്. ഈ 4 പാഠങ്ങൾ പറയാൻ വളരെ എളുപ്പം, കേൾക്കാൻ അതിനേക്കാളും എളുപ്പം, ഉണ്ടാക്കിയെടുക്കാനോ അതിനേക്കാളും എളുപ്പമാണ്. റമദാൻ പഠിപ്പിച്ച 5ാമത്തെ പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമസ്കാര സ്ഥലങ്ങളുമായി ബന്ധമുണ്ടാക്കിയെടുക്കുക. പുരുഷന്മാരെല്ലാവരും മസ്ജിദുകളുമായി ബന്ധപ്പെടണം. സ്ത്രീകൾ അവരുടെ വീട്ടിൽ ചെറിയ ലൈബ്രറി ഉണ്ടാക്കി നമസ്കാരത്തിന് സൗകര്യം ചെയ്ത് അവർ അതിനെ കേന്ദ്രമാക്കി മാറ്റണം. മസ്ജിദ് സമുദായത്തിന്റെ ചാലക ശക്തിയായിട്ട് മാറണം. ഉദ്ഘാടന വേളകളിൽ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല. മസ്ജിദ് എന്ന് പറയുന്നത് സാംസ്കാരിക കേന്ദ്രമാണ്, വിദ്യാഭ്യാസ കേന്ദ്രമാണ്. അത് പ്രവൃത്തി പദത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വിവിധ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി പറയുന്നു, നമ്മളിൽ എത്ര മസ്ജിദുകളിൽ ജമാഅത്ത് നമസ്കാരം വളരെ ഗംഭീരമായ നിലയിൽ നടക്കുന്നുണ്ട്. നമ്മളിൽ എത്ര പേരുടെ മസ്ജിദുകളിൽ നിക്കാഹുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ വിശാലമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര മസ്ജിദുകളിൽ വൈവാഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏർപ്പാടുകൾ നടക്കുന്നുണ്ട്. എത്ര മസ്ജിദുകളിൽ ചെറുപ്പക്കാരെ സ്നേഹത്തോടുകൂടി അടുത്ത് വിളിച്ചിരുത്തി അവരെ ഗുണദോഷിക്കാനും അവരെ കർമ്മരംഗത്തിറക്കാനുമുള്ള ഉപദേശങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളുടെ വീടുകളിൽ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കും, എത്രമാത്രം പരിശ്രമം നടക്കുന്നുണ്ട്. പടച്ചോ നമുക്ക് മസ്ജിദ് തന്നത്, ഭവനം തന്നത് നമ്മൾ ഉപയോഗിക്കുന്നതിനോട് കൂടി തന്നെ എല്ലാവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്, എല്ലാവർക്കും ഗുണമുണ്ടാകാൻ വേണ്ടിയാണ്. പ്രവാചകന്റെ മസ്ജിദിലേക്ക് നമ്മൾ മടങ്ങേണ്ടതായിട്ടുണ്ട്. ആ മസ്ജിദ് നമസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു, ആരാധനയുടെ സ്ഥാനമായിരുന്നു, അത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്ഥലമായിരുന്നു, വൈവാഹിക ജീവനം സുന്ദരമാക്കുന്ന സ്ഥലമായിരുന്നു, മക്കളെ ഓമനിക്കുന്ന കേന്ദ്രമായിരുന്നു, കുട്ടികൾ കളിക്കുകയും ആ കളികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മുറ്റമായിരുന്നു. ഇങ്ങനെ ഒരു മസ്ജിദിലേക്ക് നമ്മുടെ മസ്ജിദുകളെ പരിവർത്തിപ്പിക്കാൻ നമ്മൾ മടങ്ങേണ്ടതായിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കി ഗസയുടെയും ഇന്ത്യയുടെയും കേരളത്തിന്റെയും അവസ്ഥകൾക്ക് തീർച്ചയായും മാറ്റമുണ്ടാകുന്നതാണ്. ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം പടച്ചവനെ സ്നേഹിക്കുന്ന, ഭയക്കുന്ന, പടച്ചവന്റെ കൽപ്പനകൾ പാലിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എന്ന സത്യം ഒരിക്കൽ കൂടി പുലരും. അള്ളാഹു പുലർത്തുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതോടുകൂടി തന്നെ സഹോദരങ്ങളെ, നമ്മൾ രാജ്യത്തെ പറ്റിയും ചിന്തിക്കുന്നവരാകണം. രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ നമ്മൾ പങ്കെടുക്കുന്നവരാകണം. നമ്മൾ വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ മന്ത്രിമാരോ ഒന്നുമല്ലെങ്കിലും ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരാണെന്ന ബോധമുണ്ടാകണം. തെരഞ്ഞെടുപ്പ് വരികയാണ്. ഓരോരുത്തരും ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ നടത്തുന്നതായ സഹോദരങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യണം. അതിരുകളെ നമ്മൾ സ്വാഗതം ചെയ്യണം. ബഹുമാനപ്പെട്ട എംപിയെ വിളിച്ചിരുത്തിയത്, ഇവിടെ ആദരിച്ചിരുത്തിയത് സഹോദരങ്ങളുടെ സമുദായത്തെ പഠിപ്പിക്കാനാണ്. ഈദ്ഗാഹിനോ അല്ലെങ്കിൽ വിനീതനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കെയർ ഓഫിന്റെ കുത്തകയില്ല. പക്ഷെ അതിരുകളെ ആദരിക്കണം. അതിരുകളെ കൂകുന്നത്, അവരെ നിന്ദിക്കുന്നത് അനിസ്ലാമികമാണ്. എല്ലാവരെയും വിളിച്ചിരുത്തണം. അടുത്തന്റെ വീട്ടിലേക്ക് ഈ രാഷ്ട്രീയ വിഷയത്തിൽ അങ്ങേയറ്റം എതിർപ്പുള്ള സഹോദരങ്ങൾ കടന്നു വന്നു. അവരെ അടുത്ത് വിളിച്ചിരുത്തി, വളരെ സ്നേഹത്തോടു കൂടി ഇരുത്തി. ഒരുപക്ഷെ മുസ്ലിം നേതാക്കന്മാരെയും കൂട്ടുകാരെയും അങ്ങനെ ഇരുത്തിയിട്ടില്ല. അവരെല്ലാവരെയും വിളിച്ചിരുത്തി. എന്നിട്ട് അവരോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതും വേണം. നമ്മൾ ചുമ്മാതെ ഇരിക്കാൻ പാടില്ല. ഇവരെ കിട്ടിയത് സെൽഫി എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും താൽക്കാലിക പ്രയോജനത്തിന് വേണ്ടിയാകാൻ പാടില്ല. കാര്യം പോലെ പറയണം. പൊന്നു സഹോദര, രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം രാഷ്ട്രത്തെയും രാഷ്ട്രനിവാസികളെയും സേവിക്കലാണ്.
ആ സേവനം 3 കാര്യങ്ങളാണ്. എല്ലാവരുടെ ജീവനും എല്ലാവരുടെ സ്വത്തിനും എല്ലാവരുടെ അഭിമാനത്തിനും സംരക്ഷണം നൽകണം. ആ അഭിമാനത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം ഞങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്താണ്, മതപരമായ കാര്യങ്ങളാണ്. ഇതിനെ സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന്. അതിനുശേഷം രാഷ്ട്രീയക്കാരുടെ രീതിയിൽ പറഞ്ഞു, എത്ര വികസനങ്ങൾ ഇവിടെ ഉണ്ടാക്കി, ഈ സ്ഥലങ്ങൾ എത്ര വികസനം ഉണ്ടാക്കി. വിനീതൻ അവരോട് പറഞ്ഞു, നല്ല റോഡുകൾ ഉണ്ടാകുന്നത് ഞങ്ങൾ നിങ്ങളെ അതിന് ആശംസിക്കുന്നു, ധാരാളം വാഹനങ്ങൾ പെരുകുന്നതിൽ സന്തോഷിക്കുന്നു, എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് ട്രെയിൻ ആരംഭിക്കുന്നു, വിമാനം ഉയരുന്നു, അങ്ങേയറ്റം സന്തോഷകരമാണ്. പക്ഷെ മോനെ ഒന്ന് പറയും, റോഡുകൾ നന്നായി, മനുഷ്യന്റെ മനസ്സുകൾ നന്നായില്ല എങ്കിൽ 1 വർഷം കൊണ്ട് കൊല്ലപ്പെടുന്നതായ ഒരു കൊല അതൊരു മണിക്കൂർ കൊണ്ട് നടക്കുന്ന അവസ്ഥ രാജ്യത്ത് ഉണ്ടാകുന്നില്ലേ? അതുപോലെ തന്നെ 100 ദിവസം പണിപെട്ടിട്ട് നടക്കാത്തതായ മോഷണം അരമണിക്കൂർ കൊണ്ട് നടക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ലേ? അതുകൊണ്ട് വികസനം ഉറപ്പായിട്ടും വേണം. പക്ഷെ മനസ്സിന്റെ വികസനം വേണം. മനസ്സുകൾ നന്നാകണം, യോജിക്കണം. പണ്ടൊരു കേരളമുണ്ടായിരുന്നു, ഒരു ഭാരതമുണ്ടായിരുന്നു, ചെറ്റക്കുടിലുകളുടെ കേന്ദ്രം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്, സൗഹാർദ്ദമുണ്ട്, കണ്ണുനീരുണ്ട്, പുഞ്ചിരിയുണ്ട്, വളരെ മംഗളകരമായിരുന്നു. ഇന്ന് കൊട്ടാരങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഒരാളൊരു തുരുത്തിനും മറ്റയാള് മറ്റൊരു തുരുത്തിനും കഴിയുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ഈ രാജ്യത്ത് നമ്മൾ എല്ലാവരും വ്യക്തമായി പറയണം, ഈ കൊല്ലത്ത് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് ഹൈന്ദവരുടെ സഹായം കൊണ്ടാണ്. ഹൈന്ദവ സഹോദരങ്ങൾ ജീവിക്കുന്നത് ക്രൈസ്തവരുടെ സഹായം കൊണ്ടാണ്. മുസ്ലിം കച്ചവടക്കാരില്ലെങ്കിൽ ഈ നാട് ബുദ്ധിമുട്ടിലാകും. ക്രൈസ്തവ അധ്യാപകന്മാരില്ലെങ്കിൽ ഈ രാജ്യം ബുദ്ധിമുട്ടാകും. ഹൈന്ദവ സഹോദരങ്ങളില്ലെങ്കിൽ ഈ രാജ്യം ബുദ്ധിമുട്ടാകും. ഈശ്വരൻ ഈ ലോകത്തെ സംവിധാനിച്ചിരിക്കുന്നത് പരസ്പര സ്നേഹത്തിനും സഹകരണത്തിനുമാണ്. അവർ അങ്ങേയറ്റം ആനന്ദത്തോടുകൂടി കേട്ടു. എന്നിട്ട് കഴിവിന്റെ പരമാവധി പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. സമുദായമേ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഓരോ സ്ഥാനാർത്ഥികളോട് നിങ്ങൾ പറയണം. ഞാൻ അവരോട് ഇതും പറയുകയുണ്ടായി, ഇസ്ലാമിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയികളാണ്. ബാലറ്റിൽ കൂടി ചില സഹോദരങ്ങൾ വിജയിക്കും, ചില സഹോദരങ്ങൾ 1, 2, 3, 4 സ്ഥാനങ്ങളാകും. പക്ഷെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ മുമ്പോട്ട് സേവനത്തിന് വന്ന എല്ലാവരും വിജയികളാണ്. അതുകൊണ്ട് താങ്കൾ വിജയിക്കട്ടെ വിജയിക്കാതിരിക്കട്ടെ, ജനസേവനം വളരെ ഒരു ദൗത്യമാക്കി മാറ്റി താങ്കളുടെ പാർട്ടിയെ ശരിയാതിനെ നയിക്കാൻ മുമ്പോട്ട് വരണമെന്ന് അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. ഈ രീതിയിൽ സഹോദരങ്ങളെ, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളുമായി സമുദായം ബന്ധപ്പെട്ടേ പറ്റൂ. അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഒരു ആരാധനയായി കണ്ട് നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം. പർദ്ദയണിഞ്ഞ സഹോദരിമാരും താടി വെച്ച മഹത്തുക്കളും പലപ്പോഴും തെരഞ്ഞെടുപ്പൊന്നും ദീനുമായി ബന്ധമില്ലാത്തതാണെന്നൊരു ധാരണയുടെ തെറ്റാണ്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ പ്രധാനപ്പെട്ട പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ധാർമ്മിക ബാധ്യതയായതുപോലെ മതപരമായ ധാർമ്മിക ബാധ്യതയും കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ. അതിന് സത്യത്തിന്റെ സാക്ഷ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ ധാരാളം കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിരവധി നന്മകളുമുണ്ട്. തീർത്തും സമ്പൂർണരായ ആളുകളെ കിട്ടുകയില്ല. അതുകൊണ്ട് തമ്മിൽ ഭേദമെന്ന് മനസ്സിലാക്കുന്ന ആളെ പടച്ചവനെ മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തയ്യാറാകണം. വെള്ളിയാഴ്ച ദിവസമാണ്. ജുമഅയുടെ സൗകര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മസ്ജിദുകളുമായി ബന്ധപ്പെട്ടവർ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മാറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരിടത്ത് 12:30 മണിക്ക്, ഒരിടത്ത് 12:45, മറ്റൊരിടത്ത് 1 മണിക്ക്, 1:15, 2 മണിക്ക്, 1:30 മണിക്കൊക്കെ ആക്കിയാൽ എല്ലാവർക്കും ജുമഅ കിട്ടാൻ സൗകര്യമാകും. അതുകൊണ്ട് എല്ലാവരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം. എന്നിട്ട് കാരുണ്യവാനായ പടച്ചവനോട് ദുആ ഇറക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷവും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു കാര്യം എല്ലാവരും ഓർക്കിൻ, നമ്മൾ ന്യൂനപക്ഷമാണ്. എന്റെ ഒരു വോട്ട് കൊണ്ട് എന്ത് ചെയ്യാനാണ്? പക്ഷെ എന്റെ കൂട്ടത്തിൽ എന്റെ പടച്ചവനുണ്ടെങ്കിൽ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന അള്ളാഹു ഉണ്ടെങ്കിൽ ലോകത്ത് വിജയം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം എല്ലാവരും ഒരു നല്ല നാളേക്ക് വേണ്ടി ആഗ്രഹിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി കാര്യമായി പരിശ്രമിക്കുക. തീർച്ചയായിട്ടും മാറ്റമുണ്ടാവുക തന്നെ ചെയ്യും. വൽ അസ്ർ, കാലം സാക്ഷിയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റിൻ, 4 ഗുണങ്ങളില്ലാത്ത എല്ലാവരും തകർച്ചയിലായി. ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസം, വഅമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ, വതവാസൗ ബിൽ ഹഖ്, സത്യത്തിന്റെ ഉപദേശം, വതവാസൗ ബിസ് സബ്ർ, പരസ്പരം സഹനത കൊണ്ടുള്ളതായ ഉപദേശം. ഈ 4 ഗുണങ്ങളുള്ള ആളുകളെല്ലാവരും വിജയിച്ചു എന്നതിന് കാലം സാക്ഷിയാണ്. ഈ 4 ഗുണങ്ങളില്ലാത്ത എല്ലാവരും പരാജയപ്പെട്ടു എന്നതിന് കാലം സാക്ഷിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ സന്നദ്ധമാകി. നമ്മളുടെ എല്ലാ ദിവസങ്ങളും റമദാനാകട്ടെ, നമ്മളുടെ എല്ലാ ദിവസങ്ങളും പെരുന്നാളാകട്ടെ, നമ്മുടെ ജീവനം സൂക്ഷ്മതയുള്ളതാകട്ടെ.
അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസാബിറൂ വറാബിതൂ വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ബാറക്കല്ലാഹു ലനാ വലക്കും ഫിൽ ഖുർആനിൽ അദീം ونفعنا وإياكم بالآيات والذكر الحكيم إنه تعالى جواد كريم ملك والرؤوف الرحيم. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. الحمد لله رب العالمين والصلاة والسلام على سيد الكونين محمد وعلى آله وأصحابه أجمعين. أما بعد. فيا أيها الناس اتقوا الله تعالى في السر والعلن وذروا الفواحش ما ظهر منها وما بطن وحافظوا على الجمع والجماعة وبطنوا أنفسكم على السمع والطاعة. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. قال الله تعالى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم فصل وسلم وبارك وأنعم وترحم وتحنن على عبدك ورسولك سيدنا ومولانا وشفيعنا وحبيبنا محمد وعلى آله وأصحابه أجمعين، خصوصا على أفضل البشر بعد الأنبياء بتحقيق أمير المؤمنين أبي بكر الصديق، وعلى مزين المنبر والمحراب أمير المؤمنين عمر بن الخطاب، وعلى كامل الحياء والإيمان أمير المؤمنين عثمان بن عفان، وعلى باب مدينة العلم والمعارف أمير المؤمنين علي بن أبي طالب، وعلى الستة الباقية من العشرة المبشرة وسائر الصحابة والقرابة والتابعين لهم بإحسان والداعين بدعوتهم إلى يوم القيامة. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. അർഹമുറാഹിമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ നോമ്പുകളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ചെയ്ത എളിയ നന്മകളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. എല്ലാ നോമ്പുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. തറാവീഹ് നമസ്കാരങ്ങളെ സ്വീകരിക്കണേ അല്ലാഹുവേ. ഇഅ്തികാഫുകൾ, ദിക്ർ, ദുആകൾ, ഖുർആൻ പാരായണം, ഖിയാമിലെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ദാനധർമ്മങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. റഹ്മാനായ റബ്ബേ, റമദാനിനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഉദവി തരണേ അല്ലാഹുവേ. ഞങ്ങൾ ബലഹീനരാണ്, സങ്കീർണമായ അവസ്ഥകളിൽ കഴിയുന്നു അല്ലാഹുവേ. മോചനം റമദാനിൽ മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ജീവിതം മുഴുവൻ റമദാനാക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. റബ്ബേ പടച്ചവനെ, പരിശുദ്ധ ഖുർആൻ പഠനവും അതിന്റെ അധ്യാപനവും പ്രബോധനവും അതിനെ പകർത്തലും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. ആരാധനകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തൗഫീഖ് താ റഹ്മാനെ. റഹ്മാനായ റബ്ബേ പടച്ചവനെ, എല്ലാവരുമായി നല്ല ബന്ധം തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഭദ്രമാക്കണേ പടച്ചവനെ. സമുദായ ഐക്യം നീ സഫലമാക്കണേ അല്ലാഹുവേ. മുഴുവൻ ജനങ്ങളുമായും സ്നേഹവും സാഹോദര്യവും ഉണ്ടാക്കണേ പടച്ചവനെ. പടച്ചവനെ, പാപങ്ങൾ വർജിക്കാൻ ഭാഗ്യം താ അല്ലാഹുവേ. റബ്ബേ, പാപങ്ങൾ വർജിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. മോശമായ ബന്ധങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. സാമ്പത്തിക കുഴപ്പങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. പടച്ചവനെ അല്ലാഹുവേ, വൈവാഹിക കുഴപ്പങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ലഹരിയുടെ അവസ്ഥകളെ തൊട്ടും എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. അതിന് ഞങ്ങളുടെ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് പുരുഷന്മാർക്ക് പ്രവർത്തിക്കാൻ ഉദവി നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ വീടുകളെയും നന്മയുടെ ചാലക ശക്തിയാക്കാൻ സഹോദരിമാർക്ക് ഉദവി നൽകണേ അല്ലാഹുവേ. റഹ്മാനെ, ഇതിലൂടെ ഈ രാജ്യത്തിന്റെ അവസ്ഥകൾ നീ നന്നാക്കണേ അല്ലാഹുവേ. ലോകത്തിന്റെ അവസ്ഥ നന്നാക്കണേ അല്ലാഹുവേ. പ്രത്യേകിച്ചും ഗസയിൽ നീ ശാന്തിയും സമാധാനവും നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ശാന്തിയും സമാധാനവും നൽകണേ അല്ലാഹുവേ. ആ സഹോദരങ്ങൾക്ക് ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാഹുവേ. അവർക്ക് നീ മനക്കരുത്ത് കൊടുക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, ലോക മനസ്സാക്ഷിയെ പടച്ചവനെ അക്രമത്തിനെതിരെ തിരിക്കണേ അല്ലാഹുവേ. അക്രമം കൊണ്ട് ആർക്കും വളരാൻ സാധിക്കുകയില്ല, തകരുക മാത്രമേ ഉള്ളൂ എന്ന ബോധം ലോകത്ത് നീ ശക്തമാക്കണേ അല്ലാഹുവേ. അതിന്റെ പ്രതിധ്വനികൾ ഞങ്ങളുടെ രാജ്യത്തിന് നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളുടെ രാജ്യം നന്മകളുടെ വിളനിലം, നന്മകളുടെ കേന്ദ്രം, എല്ലാവരെയും സ്വീകരിച്ച അതിരുകളെ ആദരിച്ച രാജ്യം പടച്ചവനെ, രാജ്യത്തെ നന്നാക്കണേ അല്ലാഹുവേ. നല്ല അധികാരികളെ നീ മുമ്പിലെത്തിക്കണ പടച്ചവനെ. നല്ല നിയമപാലകരെ മുമ്പിലെത്തിക്കണ പടച്ചവനെ. നല്ല വിധികർത്താക്കളെ നീ മുമ്പിലെത്തിക്കണ പടച്ചവനെ.
രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന, ജനങ്ങളുടെ ജീവനും സമ്പത്തിനും അഭിമാനത്തിനും വില കൽപ്പിക്കുന്ന നല്ല ആളുകളെ നീ മുമ്പോട്ട് കൊണ്ടുവരണ പടച്ചവനെ. ഞങ്ങളുടെ നാട്ടിൽ അതിലൂടെ ശാന്തിയും സമാധാനവും നല്ല അവസ്ഥയും ഉണ്ടാക്കുന്ന പടച്ചവനെ. സാഹോദര്യത്തോടെ ജീവിക്കാൻ, പരസ്പരം സഹകരിച്ച് മുമ്പോട്ട് നീങ്ങാൻ സാഹചര്യം ഒരുക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളെ ഈ കൂട്ടത്തിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹുവേ. തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശാന്തിയോടുകൂടി നീ നടത്തണേ അല്ലാഹുവേ. എല്ലാ കാര്യങ്ങളും നീ സമാധാനത്തിലാക്കണേ അല്ലാഹുവേ. മതപരമായൊരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതിൽ വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കാൻ ഭാഗ്യം തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ ശബ്ദങ്ങളെ നീ സ്വീകരിക്കുകയും ജനങ്ങളുടെ ചെവികളിൽ, പ്രത്യേകിച്ചും ബന്ധപ്പെട്ടവരുടെ ചെവികൾ നീ എത്തിക്കുകയും ചെയ്യണേ അല്ലാഹുവേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ നബിമാർ, സഹാബാക്കൾ, ഔലിയാക്കൾ ചോദിച്ച എല്ലാ നന്മകളും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, നൽകണേ അല്ലാഹുവേ. അവർ കാവൽ തേടിയ എല്ലാ ശർബല മുസീബത്തുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഈ കൂട്ടത്തെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ ഈദ്ഗാഹിന്റെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പ്രധാനപ്പെട്ട ഈ സ്ഥലത്ത്, ഈ പട്ടണത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനം ഇവിടെയുള്ള എല്ലാ നന്മകളുടെയും ചാലകശക്തിയാക്കണേ അല്ലാഹുവേ. ഈ സന്ദേശങ്ങൾ ഓരോ മഹല്ലുകളിൽ നീ എത്തിക്കണേ അല്ലാഹുവേ. ഇതിനുവേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട നമ്മുടെ MP, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒരല്പം थोड़ी देर बैठिए. आप लोग भी इसके लिए इंतखाब के लिए आसाम अपने घर में जाना जरूरी है. सभी औरतों से इंशाअल्लाह इंतखाब में शामिल होने के लिए बोलना है. പ്രിയപ്പെട്ട MP പ്രേമേന്ദ്രൻ അവർ സംസാരിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരും ഇരിക്കും. നമ്മൾ അദ്ദേഹത്തിന് നിങ്ങളോട് അതിഥികളെ പറ്റി പറഞ്ഞതേ കൊണ്ട് നമ്മുടെ അതിഥിയെ ആദരിക്കൽ കടമയാണ്. പടച്ചവന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പെരുമാറ്റം ഇന്ത്യയുടെ പാർലമെന്റിൽ എത്താൻ കാരണമാകും.